ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പല ജോലികൾ ചെയ്യുന്നുണ്ടാകും, വിവാഹം നടന്നിട്ടുണ്ടാകും, മക്കളുണ്ടാകും, അവരുടെ പഠനങ്ങളും അവരുടെ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. അതൊക്കെ ഒരു സൈഡാണ്. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം ഖബറാണ്. നമ്മുടെ അടിത്തറ ഖബറാണ്. ആ ഖബറിലേക്കുള്ള ലക്ഷ്യത്തിലൂടെയാകണം യാത്ര. എല്ലാ രസങ്ങളും മുറിച്ചു കളയുന്ന, എല്ലാ ആനന്ദങ്ങളും മറുത്തു കളയുന്ന മരണത്തെ ഓർക്കലിന് നിങ്ങൾ പ്പിക്കണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ ജീവിതത്തിന്റെ രസങ്ങളും പ്രതീക്ഷിക്കാതെ അസ്തമിക്കുന്ന, അവസാനിക്കുന്ന ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാനുണ്ട്. മരണത്തിന് 3 പ്രതിസന്ധികളുണ്ട്. എവിടെ വെച്ചാണ് മരിക്കുക എന്ന് നമുക്കൊരാൾക്കും അറിയില്ല. നമ്മൾ എവിടെ വെച്ചായിരിക്കും മരിക്കുക ഒരു പിടുത്തമില്ല. എപ്പോഴായിരിക്കും മരിക്കുക ആർക്കും അറിയില്ല. ചില ആളുകളെ രാത്രി നെഞ്ചുവേദന അനുഭവപ്പെട്ട ഭാര്യയോട് പറയും, ഞാൻ മരിക്കുകയാണെന്ന് തോന്നുന്നു, ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഏൽപ്പിക്കും. രാവിലെ ഒരു കുഴപ്പമില്ലാതെ എണീറ്റ് വരും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാ ചില ആളുകൾ ഒരു കുഴപ്പവുമില്ലാതെ രാത്രി നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അടുത്ത ആഴ്ചയിൽ അടുത്ത മാസത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കിടന്നുറങ്ങിയ പല ആളുകളും പിറ്റേന്ന് എണീക്കാത്ത എത്രയെത്ര സംഭവങ്ങൾ കമ്മിൻ ശരീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി കമ്മിൻ മരീദിൻ ആശ ദഹറൻ അലാ ദഹരി കമ്മിൻ മരീദിൻ എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രരായ നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാർ മാതമിൻ ഗൈരി ഇല്ലതി ഒരു കാരണവുമില്ലാതെ മരിച്ചു പോകുന്നു. വകമ്മിൻ മരീദിൻ എത്രയോ രോഗികളായ ആളുകൾ വർഷങ്ങളായി രോഗിയായി കിടക്കയിൽ കിടക്കുന്ന മനുഷ്യന്മാര് അവരിങ്ങനെ ജീവിക്കുന്നു. ദഹറൻ അലാ ദഹരി കാലങ്ങളോളം മരിക്കുമെന്ന് കൂടി നിൽക്കുന്നവർ പോലും വിചാരിക്കുന്ന അത്രയും അവസ്ഥയിലെത്തിയിട്ടും വർഷങ്ങൾ ജീവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. അത്യപരിസ്ഥാത് പറയാറുണ്ട്, എന്തെങ്കിലും വേദന ബേജാറായിട്ടൊന്നും ബേജാറാവണ്ട, നേരായ മാത്രമേ മനുഷ്യന്മാർ മരിച്ചുള്ളൂ. എന്നാ പ്രത്യേകിച്ച് അസുഖം വേദന ഒന്നും ഇല്ലാച്ചിട്ട് ആരും സന്തോഷിക്കണ്ട, സമയത്ത് എന്തായാലും മരിച്ചു.